വിജയനെ നിർത്തിയിരുന്നെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ജയിക്കുമായിരുന്നു. ഞാൻ അതിനോട് ശ്രമിച്ചതാണ്, ഞങ്ങളെല്ലാം ശ്രമിച്ചതാണ്. അതുകൊണ്ട് ഇനിയൊരു ഇവിടെ പാർട്ടിയില്ലേ നമ്മുടെ ഒരു നിർണായക ലക്ഷ്യമാണ്. നമ്മുടെ എല്ലാ ലക്ഷ്യം കേരളത്തിലെ UDF സർക്കാരാണ്. നമ്മളായിട്ട് മനസ്സുകൊണ്ട് ഒന്നുകൊണ്ട് നീ ചെയ്യുന്ന ത്യാഗത്തിന് എനിക്ക് കൂലി കിട്ടും എന്നാണ് പറയുന്നത്. ഇത്രയും ഞാനിപ്പോൾ പറയുന്നുള്ളൂ. നീ ചെയ്യുന്ന ത്യാഗത്തിന് കൂലി കിട്ടും. അന്തസ്സായിട്ട് സ്ഥാനാർത്ഥിത്വം കൊടുക്കാതിരിക്കുക, UDFനെ കൊണ്ട് വർക്ക് ചെയ്യുക. നിന്റെ ഭാഗം പാർട്ടി നോക്കും. ഉറപ്പിച്ചോ? വിഷമമുണ്ടെന്ന് എനിക്കറിയാം. എനിക്കിതിനോട് ആർഗ്യൂ ചെയ്ത് ജയിക്കാനൊന്നും പറ്റില്ല, വാദിച്ച് ജയിക്കാനും പറ്റില്ല. നിന്റെ ഭാഗത്താണ് ന്യായമുള്ളത്. അതുകൊണ്ട് വാദിച്ച് ജയിക്കാനും പറ്റില്ല. ഈ പ്രാവശ്യം പാർട്ടിക്ക് വേണ്ടി ശ്രമിക്കും. നിന്റെ വിഷമം നമ്മൾ ഭാവിയിൽ തീർക്കും. എനിക്കങ്ങനെ ഒരു വിഷമം ഉണ്ടായത് ഞങ്ങൾ പരിഹരിക്കും. അതുകൊണ്ട് നിനക്കങ്ങനെ മനസ്സിലാവും. നീ ഉദ്ദേശിക്കുന്ന പുള്ളിതാക്കി ഞാൻ നിന്നോട് വളരെ സന്തോഷിപ്പിക്കാൻ പറയുന്നതല്ല, ഈ വാക്കാണ്. ശരി, ജീവനാണ് ഈ പാർട്ടി. അതുകൊണ്ടാണ് പറഞ്ഞത്. എൻ്റെ വീട്ടിൽ എൻ്റെ അപ്പ എനിക്ക് ഇട്ടേക്കുന്ന പേര് സഞ്ജയിക്കാനെന്ന്, എൻ്റെ പെണ്ണെ കിട്ടേക്കുന്ന സോണിയ. എൻ്റെ കുടുംബം എനിക്കറിയാം. നീ അവിടുത്തെ ഒരു പാർട്ടിയുടെ അസറ്റാണല്ലോ. നീ ഒരു പാർട്ടിയുടെ ഏറ്റവും വലിയ സ്വത്താണ്. അതുകൊണ്ടാണ് എനിക്ക് പിന്നെ ആ വാർത്ത കണ്ടപ്പോൾ തന്നെ ഞാൻ വിളിപ്പിച്ചത്. ഒരു സംശയം വേണ്ട, എനിക്ക് ധൈര്യമായിട്ട്. എൻ്റെ കൂടെയുള്ള മുഴുവൻ ആളുകളും KSU ഇപ്പോൾ തൊട്ടുണ്ടായിരുന്ന മുഴുവൻ ആളുകളും DCC പ്രസിഡന്റുമാരും KPC ഭാരവാഹികളും ഒപ്പമായി. ഇന്ന് ഞാൻ DCC അതിനെല്ലാം പരിഹാരമുണ്ടാകും. ഞാൻ പറയുന്നത് നിന്റെ രാഷ്ട്രീയ നിലവാരത്തിനും അന്തസ്സിനും പ്രതീക്ഷിക്കുമനുസരിച്ച് പാർട്ടി നിന്നെ സഹായിക്കും, പാർട്ടി നിന്നെ ഉപയോഗിക്കും. നിനക്ക് തല ഉയർത്തി നടക്കാവുന്ന അന്തരീക്ഷം പാർട്ടി ഉണ്ട്. ഒരു വാക്കാണ്. എൻ്റെ വാക്ക് വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കും. ധൈര്യമായിട്ട് പോകും. അവിടുത്തെ ഒരു സഞ്ജയ് യഥാർത്ഥ മുഖം അങ്ങ് കാണിച്ചു കൊടുക്കും. നീയാണ് പാർട്ടിക്കാരെന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവും കേട്ടോ.